ഒരു പക്ഷേ ഗിരീഷിന് ശരിയായി ആളുകളെയൊക്കെ എത്തിച്ച് സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുക എന്നുള്ളത് ഒരു പക്ഷേ ആ ഒരു മദ്യത്തിൻ്റെ ലഹരിയിലൊക്കെ അയാൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ചിന്തയായിരിക്കാം അങ്ങ് കുഴിച്ചിടുക എന്നുള്ളത്. ഈ വഴിയിലൂടെ വേണം അപ്പുറത്തേക്ക് പോകാൻ. നമുക്ക് ആ ദൃശ്യങ്ങൾ നടന്ന വീട്ടുമുറ്റത്തൊക്കെ വെള്ളമാണ്. അഥവാ ഇവിടെ സംസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. എന്തായാലും അങ്ങനെ ഒരു മൃതദേഹത്തിനോട് ഒരിക്കലും അങ്ങനെ അമ്മയുടെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു അനാദരവ് കാണിക്കാൻ വേണ്ടി പാടില്ല. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഗിരീഷ് കസ്റ്റഡിയിലുണ്ട്. 10 മണിയോടുകൂടി റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് നിലവിലെത്തിയിരിക്കുന്നത്. രഘു, എനിക്ക് തോന്നുന്നിപ്പോൾ അവരുടെ മരുമകളുടെയൊക്കെ പ്രതികരണം കേട്ടപ്പോൾ അങ്ങനെ അല്ലേ, അമ്മയും മകനും വളരെ സ്നേഹത്തോടെയൊക്കെ കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ നമുക്കറിയാം ഒരു പരാധീനതകളും ഒക്കെ ഉണ്ട് എന്ന് സാഹചര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മദ്യലഹരിയിലായിരുന്നിരിക്കാം. എന്തായാലും ഒരു ചിലപ്പോൾ സ്വാഭാവികമായും മരണം സംഭവിച്ചു. അതിനുണ്ടായ പെട്ടെന്നുള്ള ഒരു പരിഭ്രമത്തിൽ ഇത് ചെയ്താകുള്ള അങ്ങനെയാണ്. പോലീസ് ഒരു കൊലപാതക സാധ്യതയൊന്നും പോലീസ് ഇപ്പോൾ കാണുന്നില്ല അല്ലേ രഘു? നിലവിൽ അങ്ങനെ കാണുന്നില്ല. പക്ഷേ നമുക്കറിയാം മനുഷ്യൻ്റെ കാര്യമാണ്. സ്വാഭാവികമായിട്ട് തന്നെ മദ്യപിക്കുന്ന ആളാണ്. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഉന്തും തള്ളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. നിലവിൽ അങ്ങനെ ഒരു കൊലപാതകം പൂർണ്ണമായി കൊലപാതകമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ എന്താണ് മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ പ്രാഥമിക അടിസ്ഥാനത്തിൽ ഗിരീഷിൻ്റെ മൊഴി പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മദ്യലഹരിയിലൊക്കെയുള്ള ആളുകൾ ആ സമയത്ത് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് മാത്രമല്ല ആളുകൾ എങ്ങനെയാണ് അറിഞ്ഞപ്പോ ഈ മരുമകളൊക്കെ ഇത് അറിഞ്ഞത് കൃത്യ സമയം എപ്പോഴാണ്? ഇദ്ദേഹം ജോലി കഴിഞ്ഞ് അമ്മയ്ക്ക് ആഹാരവുമായി വന്നപ്പോൾ അമ്മ അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്. പിന്നീട് രാവിലെയാണ് ഗിരീഷ് പുറത്തു വന്ന ആളുകളോടൊക്കെ ഇത് പറയുകയും പഞ്ചായത്ത് മെമ്പർ അടക്കം വിഷയത്തിൽ ഇടപെടുകയും പോലീസിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്ത് അങ്ങനെ പോലീസ് ഇവിടെ എത്തി. അത് ഉറപ്പിച്ചതിന് ശേഷം ഗിരീഷിനൊരു മുൻകരുതൽ എന്ന വണ്ണം ഗിരീഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. അസ്വാഭാവിക മരണത്തിന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെ വൈകുന്നേരത്ത് തന്നെ റവന്യൂ അധികൃതരെ കാര്യം അറിയിക്കുകയും RDOയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള അനുമതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. 10-11 മണിയോടുകൂടി ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും.